ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് ഡൈക്കിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം തന്നെയാണ്. ഡൈക്കിൻ ദ എയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു റീസൺ ഉണ്ട്. 2009 ഡൈക്കിൻ ഇവിടെ മാനുഫാക്ചറിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 3 ഫാക്ടറി ആയി. ഫസ്റ്റ് ഫാക്ടറി വന്നത് നീമറ രാജസ്ഥാനിലാണ്, സെക്കൻഡ് ഫാക്ടറി അഗൈൻ നീമറ രാജസ്ഥാനിൽ, തേർഡ് ഫാക്ടറി ഇപ്പോൾ ശ്രീ സിറ്റി ചെന്നൈ ആന്ധ്ര ബോർഡറിലാണ് ശ്രീ സിറ്റി, അവിടെ തേർഡ് ഫാക്ടറി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാ മോഡൽ എയർ കണ്ടീഷണേഴ്സും ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. ചില്ലേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഡൈക്കിൻ പൊതുവെ ഇന്ത്യയിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന AC ബ്രാൻഡ്സിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ബ്രാൻഡ് ഇപ്പോൾ ഡൈക്കിനാണ്. അപ്പോൾ ഡൈക്കിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റേറ്റിംഗുള്ള ബ്രാൻഡാണ്. ലൈക്ക് മിറ്റ്സുബിഷി ആയാലും ഡൈക്കിൻ ആയാലും ജനറൽ ആയാലും തോഷിബ ആയാലും നല്ല ബെറ്റർ റേറ്റഡ് മെഷീൻസ് ആണ്. ഞാൻ ഡൈക്കിന് മാത്രമായിട്ട് സംസാരിക്കുന്നതല്ല, ഈ 4 ബ്രാൻഡിനെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. കാര്യം പൊതുവെ ടെക്നിക്കലി നമുക്ക് ഭയങ്കര സൗണ്ടാണ്, പിന്നെ അവർ സോഴ്സിങ് വളരെ കുറവാണ്. പൊതുവെ മിക്ക ബ്രാൻഡ്സും സോഴ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കേസസിൽ ഇവർ കൂടുതൽ വരാറില്ല. പ്രത്യേകിച്ച് റിമോട്ട്സ് ഒന്നും വേറെ ബ്രാൻഡ്സിലൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഡൈക്കിൻ്റെ ഡിപ്പെൻഡബിലിറ്റി നമുക്ക് എനർജി എഫിഷ്യൻസി മാത്രമല്ല, ആ ലോഞ്ചിവിറ്റി കൂടെ ഉണ്ട്. നമുക്ക് ഒരു 5-8 കൊല്ലം നമുക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ യൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ നമുക്ക് നല്ല ബ്രാൻഡ് മേടിക്കുമ്പോൾ കിട്ടും. ഒബ്വിയസ്ലി പ്രൈസ് സ്ലൈറ്റ്ലി ഒന്ന് ഹൈയസ്റ്റ് ആണ്, പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് തുടങ്ങിയ ശേഷം പ്രൈസും ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ബൈ.